ഹായ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കറുമുറ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അത് രണ്ടും ഞാനിവിടെ കാണിച്ചു തരാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. കടലമാവ് 150 ഗ്രാം, മുളക് പൊടി 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില 4-5 തണ്ട്, കറിവേപ്പില 1 തണ്ട്, പുതിനയില 5-6 ഇലകൾ, സവോള നീളത്തിലരിഞ്ഞത് 4 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി 5-6 അല്ലികൾ, പെരുങ്കായപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം കുഴച്ചെടുക്കാൻ ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം സവാള അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇടുക. പുതിന, കറിവേപ്പില, മല്ലിയില ഇത് 3 ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. അതോടൊപ്പം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇതും കൂടി ചേർക്കണം. സോഡാപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പെരുങ്കായപ്പൊടി, കുറച്ച് കടലമാവ്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. സവാളയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഇറങ്ങി വരത്തക്ക രീതിയിൽ വേണം ഇളക്കാൻ. ഇപ്പോൾ ബാക്കിയുള്ള കടലമാവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം തളിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. ഇത് ഞാനിപ്പോൾ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. എണ്ണ ചൂടായെന്ന് നമുക്ക് നോക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കുറേശ്ശെയായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വശം മാത്രം മൂത്ത് പോകും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ 1ാമത്തെ രീതിയാണ്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഞാനിതിലേക്ക് 100 ഗ്രാം കടലമാവ് കൂടി ചേർക്കുകയാണ്. ഇത് 2ാമത്തെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം തളിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരണം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് കുറേശ്ശെ അതിലേക്കിടാം. ഇതിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. ഇതാണ് സവോള കൊണ്ടുണ്ടാക്കുന്ന പക്കോട. നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ഉൾവശം വേകാതിരിക്കുകയും ചെയ്യും, വെളിയിലുള്ള ഭാഗം വേഗം കരിയുകയും ചെയ്യും. ഇടയ്ക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം, മറക്കരുത്. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?